സാറേ, കേരളത്തിൻ്റെ വോട്ട് പെട്ടിയിലായിട്ട് ഒരാഴ്ചയായി. നാളെ വെള്ളിയാഴ്ചയാണ്. പെട്ടിയിലായിട്ടെന്ന് പറയാൻ പാടില്ല അല്ലേ, യന്ത്രത്തിലായിട്ടെന്ന് പറയാം, പുതിയ ഇതനുസരിച്ച്. പുതിയ രീതി അനുസരിച്ച്. അപ്പോൾ കേരളത്തിൻ്റെ വോട്ട് യന്ത്രത്തിലായി കഴിഞ്ഞിട്ട് കുട്ടിയും കിഴിച്ചും മലയാളി ഇങ്ങനെ ഇനി ഒരു മാസം ഇനിയും തള്ളി നീക്കണം, ജൂൺ 4 വരെ. അപ്പോൾ അതിനിടയിൽ ഒടുവിലത്തെ ഒരു ആലോചന. പക്ഷേ പോളിംഗ് വരെ പരിഗണിക്കപ്പെടാത്ത പല ഇഷ്യൂസും, പല പ്രശ്നങ്ങൾ, പോയിൻറ്റ്സ്, നിരീക്ഷണങ്ങളൊക്കെ പോളിങ്ങിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോളിങ്ങിന് മുമ്പ് നമ്മൾ ഒരുപാട് പലപ്പോഴും നമ്മളെ കേരളത്തിലൂടെ ഒരു പര്യടനം നടത്തിയ ഇന്നൊരു ഓടിച്ച് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്. UDF 100% വരെ വിജയം പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് പല സർവേകളിലൊക്കെ. പ്രീ പോൾ സർവേ അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മളതൊന്നും വിശ്വാസത്തിലെടുക്കുന്നില്ല. പക്ഷേ ഗ്രാസ് റൂട്ടിൽ നിന്ന് കിട്ടിയ, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് പോളിങ്ങിന് ശേഷമുള്ള ട്രെൻഡും കമൻസും ബോഡി ലാംഗ്വേജും പൊളിറ്റിക്കൽ നിരീക്ഷണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സാറിനെ പോലെ മുതിർന്ന ജേർണലിസ്റ്റ് വടക്ക് നിന്ന് നമുക്ക് ഓടി നോക്കാം. UDF എന്ത് കിട്ടും എന്നാണ് ചോദ്യം. UDF എത്ര വരെ ആവാം? ഒന്ന്, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നില എന്താണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ LDF അത്ര ഗുണമുള്ള പ്രകടനമല്ല. മാത്രമല്ല, നമ്മൾ പൊതുവേ തന്നെ ഒരു ഇഷ്യൂ എടുത്താൽ ഇത്തവണ BJP കുറച്ച് വ്യത്യാസമുള്ള തിരഞ്ഞെടുപ്പാണ്. ഇത്തവണ ഒരു മര്യാദക്കുള്ള തിരഞ്ഞെടുപ്പാണ്. പോളിംഗ് ശതമാനം നോക്കിയാലും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് പോളിംഗ് കുറഞ്ഞ തിരഞ്ഞെടുപ്പൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 72.07% എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പും 4-5 തവണ ആ ലെവലിൽ വന്നിട്ടുണ്ട്, ഇതേ ലെവലിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കുറവും ഒക്കെ വന്നിട്ടുണ്ട്. ഇടക്ക് ഒരു തവണയോ മറ്റോ കുറച്ച് കൂടിയിട്ടുണ്ട്, 78 വരെ വന്നു. കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ തവണ 19. അതെ, 2019 വലിയ പോളിംഗ് ആയിരുന്നല്ലോ. ഏറ്റവും കുറവ് നമ്മുടെ ജനതാ പാർട്ടിക്ക് ശേഷം വന്ന 1980 തെരഞ്ഞെടുപ്പിൽ 62% ഒക്കെ വന്നുള്ളൂ. പക്ഷേ 19 ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ മര്യാദക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു തരംഗമൊന്നും ഉഷ്ണതരംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉഷ്ണതരംഗം അതുകൊണ്ട് കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തരംഗം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലം വടകരയാണ്. അപ്പോൾ നമുക്ക് കാസർഗോഡ് നിന്ന് വരാം. അപ്പോൾ കാസർഗോഡ് സാർ ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല ഉണ്ണിത്താൻ? ഞാനവിടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ BJP കൂടുതൽ വോട്ട് നേടുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്, ഇതിനു മുമ്പ് സംഭവിച്ചിരുന്നതിനേക്കാൾ. കാരണം 15.3 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് ശതമാനം നോക്കിയാൽ ഇത്തവണ എന്തായാലും ഒരു 20-നും 25-നും ഇടയ്ക്ക് ശതമാനം. കാസർഗോഡ് ഒട്ടും മോശമല്ലല്ലോ അവരുടെ വോട്ട് ഷെയർ. അല്ല, കാസർഗോഡ് ശരിയാണ്. ഞാൻ മൊത്തത്തിലാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ 15.3, അത് 10 കിട്ടിയതും 6 കിട്ടിയതും 7 കിട്ടിയതും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. അവിടെ വലിയ വോട്ട് ഷെയറുള്ള ഒരു സ്ഥലമാണ്. അവിടെയും കൂടി കൂടും എന്ന് നമ്മൾ കണക്കാക്കണമല്ലോ. BJPക്ക് കാസർഗോഡ് തീർച്ചയായിട്ടും കൂടുന്ന സ്ഥലമാണ് മുൻപത്തേക്കാൾ. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ LDF ജയിക്കും, അങ്ങനെ പറയാറുണ്ട്. ആ സാധ്യത ഇത്തവണ പലയിടത്തും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അണികൾ CPM-ൻ്റെ ഒക്കെ വളരെ നിരാശയിലാണ്. അനുഭാവികൾ പലയിടത്തും വോട്ട് ചെയ്യാനും ഒക്കെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാസർഗോട്ടിലത്തെ പോളിംഗ് ശതമാനം ഒക്കെ വെച്ച് നോക്കിയാലും വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് തോന്നുന്നത്. UDF കാര്യമായ മാറ്റമൊന്നുമില്ലാതെ UDF തന്നെ സിറ്റിംഗ് MP സീറ്റ് നിലനിർത്തും. കണ്ണൂരിലേക്ക് വന്നാലോ? K. സുധാകരൻ്റെ കാര്യത്തിൽ നമ്മൾ എതിരാളികളെ കുറിച്ച് പറയുന്നേ ഇല്ല. UDF നേതാക്കന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞു പോവാം. അവരുടെ സാധ്യത സുധാകരനും അവസാനം കടന്നുകൂടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിശ്വാസമുണ്ടോ സാറിന്? എനിക്ക് അത് അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ്, UDF-ന് നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലം കണ്ണൂരാണെന്ന് പറയുമ്പോഴും നമ്മൾ കണ്ണൂരിനെ ഇൻ ഐസൊലേഷൻ കാണരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വടകര അതൊക്കെ ഏതാണ്ട് ഒരേ രാഷ്ട്രീയം. പക്ഷേ CPM ആദ്യം ഉറപ്പിക്കുന്ന സീറ്റ് കണ്ണൂരാണ്. CPM ഉറപ്പിച്ച് 4-5 എണ്ണം പറയുന്നുണ്ടല്ലോ. അവര്
അങ്ങനെ ഉറച്ചതെന്ന് പറയുന്നത് ആലത്തൂര്, പാലക്കാട്, മാവേലിക്കര, ആറ്റിങ്ങല. ആ ഉറച്ച മണ്ഡലത്തിലെ കണ്ണൂരിലില്ല. ഓ ശരി. ആ നാളത്തിലാണത് വരുന്നത്. അപ്പോൾ സുധാകരന്റെ സാധ്യത സാർ തള്ളിക്കളയുന്നില്ല. ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നേരത്തെ ഞാൻ ഇഷ്യൂസിലേക്ക് കടക്കാത്തതാണ്. ബോംബ് കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടില്ലേ? അത് ഇമ്പാക്ട് ചെയ്യുന്ന മണ്ഡലങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ. ഇനി വടകര, കേരളം ഏറ്റവും കൂടുതൽ സംസാരിച്ച വടകരയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ തമാശയ്ക്ക് സാധാരണ പറയുന്ന പോലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് LDF തോക്കുന്ന സ്ഥലമായിരിക്കും. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് എന്ന് പറയുമ്പോൾ ആളുകൾ കഴിഞ്ഞാൽ ശ്വാസം പിടിക്കും. അതെ അതെ, ആ സ്റ്റൈല് നിങ്ങളെ പഴയ സ്റ്റൈലാണ്. മനോരമയിൽ അത് വിട്ടിട്ടില്ല ഇപ്പോഴും. ഓക്കെ, ആയിക്കോട്ടെ. അത് അപ്പൊ പിന്നെ അത് മതി. അല്ല, അതിനെപ്പറ്റി മറ്റേ അഹമ്മദിന് കൂടുതൽ പറയാനുണ്ടാവുമല്ലോ. അല്ലല്ല, ഞാൻ വടകരയിലൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. വടകരയിലാണ് ഒരു പക്ഷേ CPM അതിൻ്റെ ചരിത്രത്തിലെ വടകര എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് മലയാളിക്ക് ഏറ്റവും ഹീനമായ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഓർമ്മ വരുന്നു? എന്തുകൊണ്ട് TP ചന്ദ്രശേഖരൻ്റെ ചോര ഓർമ്മ വരുന്നു? അതിനേക്കാളും ഹീനമായ കളികൾ ഈ തെരഞ്ഞെടുപ്പിൽ കളിച്ചിട്ടുണ്ട്. അത് ചില കളികളൊക്കെ UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അവരറിഞ്ഞുകൊണ്ടല്ലാന്ന് പറയും. പക്ഷേ ബോംബ് വരെ നിർമ്മിച്ചു CPM. എന്നിട്ട് അതിന് സമാനമായ ചില ആരോപണങ്ങൾ ഷാഫിക്കിനെതിരെയും മാങ്കൂട്ടത്തിനെ, രാഹുലിനെതിരെയൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഏതായാലും ഹീനമായ പ്രചാരണ തന്ത്രങ്ങൾ. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളരിപ്രാവിൻ്റെ വലിയ മാലാഖ വേഷത്തിൽ അവതരിച്ച ശൈലജ ടീച്ചറെ ഇത്രമേൽ തകർന്ന മാനസികാവസ്ഥയുമായി നിലവിട്ട വാക്കുകളും പെരുമാറ്റമൊക്കെ ആയിട്ട് കണ്ടതും അവിടെയാണ്. അതിപ്പോൾ സാറ് പറഞ്ഞതിന് അടിവരയിടാവുന്ന തരത്തിലാണ് അവരുടെ ശരീരഭാഷ. കോഴിക്കോട്ട് രാഘവട്ടന് സ്ഥിതി എന്താണ്? അല്ല, ഈ വടകരയെ സംബന്ധിച്ച് ഈ തെലുങ്കാന, ആന്ധ്ര, കർണാടക തെരഞ്ഞെടുപ്പൊക്കെ ശരിയായിട്ട് പ്രവചിച്ച ഒരാൾ, അദ്ദേഹം ഏഷ്യനെറ്റിലോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലോ ഞാൻ വായിച്ചത് ഒരു 80,000-ൻ്റെ മുകളിൽ വോട്ടിന് ആയിരിക്കും ശൈലജ തോൽക്കുക എന്ന് പ്രവചനമുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രവചനമുണ്ട്. ഓ, അത് ഗംഭീരമായ 88,000 മുതൽ 1,00,000 വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. നമുക്ക് വടകര എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണിത്. ഏറെക്കുറെ വടകര അവസാനമായപ്പോഴേക്ക് ശൈലജ ടീച്ചറുടെ തോൽവി പലരും വ്യാപകമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും CPM-ൻ്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ പല അജണ്ടകൾ കാരണം അഭിമാന പ്രസ്റ്റീജ് മണ്ഡലമാണ് വടകര. പല കാരണങ്ങളാണ്. അദ്ദേഹം ഉണ്ടാക്കി വെച്ച അവിടുത്തെ ഇമേജ് ദോഷമുണ്ട്, എല്ലാം അതുൾപ്പെടെ. മാത്രമല്ല, ശൈലജ ടീച്ചറെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ചില അജണ്ടകളുണ്ട്, അത് ഫിനിഷ് ചെയ്യാനുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം. കോഴിക്കോട്ടേക്ക് വന്നാലോ? MK രാഘവൻ വേഴ്സസ് എളമരം കരീം. ഒടുവിൽ അവസാന ലാപ്പൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉള്ളതായിട്ട് തന്നെ ചിത്രത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടും പോയ ഒരാളായിരുന്നു എളമരം കരീം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് രാഘവനെ പറ്റി തന്നെ ആളുകൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള കാലത്ത് MT രമേശും ഒരു ഭേദപ്പെട്ട ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായമുള്ള ഭേദപ്പെട്ട ഒരു വോട്ട് പിടിക്കേണ്ടതാണ്. പക്ഷേ അത് അദ്ദേഹം ഒരുപക്ഷെ MT രമേശ് പിടിക്കുന്ന വോട്ടായിരിക്കും നിർണായകം. പക്ഷേ എങ്കിൽ പോലും MK രാഘവൻ വളരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോളിംഗ് കഴിയുമ്പോൾ ബഹുദൂരം ജയിക്കാൻ വിജയസാധ്യത ഉറപ്പുള്ള ഒരു നിലയിൽ തന്നെയാണ്. അവസാനം വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ചാനലുകളൊക്കെ കണ്ടു, ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ആത്മവിശ്വാസം ഇല്ലാതെയാണ് പറഞ്ഞത്. ഓക്കെ, വയനാടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അത് ചർച്ചയുടെ കാര്യമില്ല. എത്ര വോട്ട് കുറയും എന്ന് നോക്കിയാൽ മതി. രാഹുൽ ഗാന്ധി. സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കും? സുരേന്ദ്രൻ അത്യാവശ്യം അവിടെ നേരത്തെ 12% ആയിരുന്നല്ലോ. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 18 വരെയൊക്കെ ആയാലും അത്ഭുതപ്പെടാനില്ല. 18 വരെ എത്തിച്ചാൽ പോലും അങ്ങനെയൊക്കെ ചെയ്താലേ സുരേന്ദ്രനും പിന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പണിതിട്ടുണ്ടാവണം അവിടെ സുരേന്ദ്രൻ. മലപ്പുറത്ത് സുരേന്ദ്രൻ അത്യാവശ്യം സജീവമാണെന്നൊക്കെ ഗണപതി വട്ടം വിവാദമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതൊന്നും വലിയ എത്രത്തോളം ഗുണം ചെയ്തു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഗുണം ചെയ്യുന്നതല്ല, ആശയപരമായി ഗുണം ചെയ്തു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചർച്ച നടന്നു, ഒരുപാട് വിഷയങ്ങൾ പുറത്തു വന്നു. MGS തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. MGS ഒക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഫത്വ കൊടുക്കാൻ അധികാരമുള്ള
ഒരു ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു ഗണപതി ഭട്ടം, ഇപ്പോൾ സുൽത്താൻ ബത്തേരി വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള പേര് ഗണപതി ഭട്ടമാണ്. അതിനു മുമ്പ് പ്രാകൃതമായ പേരുകൾ ഏത് ദേശത്തിനും ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇമ്പീരിയലിസ്റ്റ് അംശം എന്ന നിലയിൽ മാറ്റുകയാണെങ്കിൽ തൊട്ടു മുമ്പുള്ളതിലേക്ക് മാപ്പ് പോകാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ് നമ്മൾ താഴോട്ടിറങ്ങിയാൽ ഇനി വരുന്നത് നേരെ മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ 2 സീറ്റിനെ കുറിച്ച് സാറിന്റെ നിലപാട് എന്താണ് നിരീക്ഷണം? ഞങ്ങൾ അകത്തുനിന്ന് പറയുന്നില്ല, പുറത്തുനിന്ന് പറയുന്നില്ല. അതല്ല, അത് ഞാൻ ആ പൊന്നാനിയിലൊക്കെ പോളിംഗ് കുറഞ്ഞപ്പോൾ അഹമ്മദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയുണ്ടായി. കാരണം സ്ഥാനാർത്ഥിയെ പറ്റിയൊക്കെ ജനത്തിന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉള്ളത്. കാരണം വല്ലാതെ ഏറ്റവും കുറയുന്ന സ്ഥലമായിട്ട് പൊന്നാനി വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നല്ലോ. അവസാനം സംഭവിച്ചത് അങ്ങനെയല്ല എങ്കിലും, പത്തനംതിട്ടയായിരുന്നെങ്കിലും. പക്ഷെ പൊന്നാനിയിലെന്തോ പൊന്നാനി സാറേ, ഞാൻ നോക്കുമ്പോൾ 2 അടിയൊഴു അണ്ടർ കറണ്ട് വളരെ പ്രധാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ CPM കാൻഡിഡേറ്റ് പാർട്ടി ചിഹ്നം കൊടുത്തിട്ട് ഇന്നലെ വരെ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയൊക്കെ ആളായിരുന്ന ഒരു സാമുദായികവാദിയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പേയ്മെൻറ്റ് സീറ്റാണ് വലിയ പ്രചാരം നടന്നത്. പേയ്മെൻറ്റ് സീറ്റ് ആയിരിക്കാം, കാശ് വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അത് പരമ്പരാഗത സെക്കുലർ വോട്ടിനെ, ഇടതുപക്ഷ വോട്ടിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിന് അടി CPM കൊടുക്കാൻ ചരിത്രപരമായി പരമ്പരാഗതമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ CPM അങ്ങനെ അടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് സമദാനിക്ക് അനുകൂലമായിട്ട് വരും. സമദാനിക്കെതിരായി സമസ്ത വലിയ തോതിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ തന്നെ സീറ്റ് കമ്മിറ്റി പറഞ്ഞു സമസ്ത ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന വോട്ടുകൾക്ക് നിർണ്ണയിക്കാനേ ഉള്ളൂ അത്. കാരണം ഞാൻ പറയാറില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ 9,000 കേവലം 9,000 ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമേ ഉള്ളൂ ഈ സമദാനി മീൻസ് UDF കൂട്ടിയാൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് ഈ അടിയൊഴുക്കുകളെ ആശ്രയിച്ചിരിക്കും. നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും ആളുകൾ പറയുന്ന എത്ര തന്നെ അടിയൊഴുക്കുണ്ടായാലും അവസാന നിമിഷം ഈ വൈകാരികമായി ലീഗിന് കിട്ടുന്ന കുറേ വോട്ടുകൾ ഉണ്ടാവുമല്ലോ, ഈ സമുദായ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബലത്തിലും പിന്നെ സമുദായത്തെ തള്ളി പറഞ്ഞ് തൊട്ട് കൃത്യം ചൂടാറുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് വിട്ടുപോയിട്ട് ഇപ്പോൾ ഈ പിണറായി വിജയനെതിരായിട്ട് ഈ KS ഹംസ നടത്തിയ പ്രസംഗമാണ് അവിടുത്തെ ഏറ്റവും വലിയ വൈറൽ പ്രസംഗങ്ങൾ. തൊട്ടുമുമ്പ് നടത്തിയതാണ്, തൊട്ടുമുമ്പുള്ള ആഴ്ച. അപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയതിൻ്റെ ചിലപ്പോൾ ഈ അതുകൊണ്ടുള്ള മടുപ്പായിരിക്കും ഈ പോളിംഗ് ശതമാനത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ പോകാതിരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ പൊന്നാനി അങ്ങനെ വിടാം. പിന്നെ മലപ്പുറം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോൾ ഭൂരിപക്ഷം എത്ര കുറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ഇപ്പോഴും ഇന്ന് വരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും CPM ഗൗരവമായ ഒരു ഇലക്ഷൻ നേരിട്ടിട്ടുണ്ടോ അന്ന് ജയിച്ചിട്ടുണ്ട്. 2004 അതിനുശേഷം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അത് ഈ SFIക്കാർക്ക് DYFIക്കാർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു സ്കൂളാണ്. മാത്രമല്ല ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, എൻ്റെ മണ്ഡലത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പിന്നെ രാഷ്ട്രീയ മേൽവിലാസം പോലും പലപ്പോഴും ഉണ്ടായിട്ടില്ല. അതിപ്പം മത്സരിക്കുന്ന വസീഫിനെ ഇപ്പോൾ DYFIയുടെ പ്രസിഡന്റാണെന്നെങ്കിലും പറയാം. അതിന് മുമ്പുണ്ടായിരുന്ന CH ആഷിക്ക് ഏത് വഴിക്ക് ഇപ്പോൾ പൊളിറ്റിക്സിൽ കാണുന്നില്ല. അതിന് മുമ്പ് എത്ര പേരുകൾ, ഇപ്പോൾ സാനു ഇപ്പോൾ ഇതേപോലെ SFIയിൽ ഞാൻ പറയുന്ന ആ ആളുകളൊക്കെ പിന്നെ പലപ്പോഴും പൊളിറ്റിക്സിൽ പോലും ഇല്ലാതെ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗൗരവമായി മലപ്പുറം മണ്ഡലത്തെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരായി നല്ല ഫൈറ്റ് കൊടുക്കുന്നില്ല. അത് ഓരോരോ അഡ്ജസ്റ്റ്മെന്റ് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. വളരെ കൃത്യമായി മുസ്ലിം ലീഗിന് തലവേദന ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരേണ്ടതാണ്. തീർച്ചയായിട്ടും അതാണ് ആ കാത്തിരിപ്പ് ഉണ്ടാവും അതിൻ്റെ പിന്നിൽ. ഓക്കെ, മലപ്പുറത്ത് നിന്ന് കടന്നാൽ പിന്നെ പാലക്കാട്. ഈ പാലക്കാടും ആലത്തൂരും അവരുടെ ഉറച്ച മണ്ഡലങ്ങളിൽ പറയുന്ന 2 സ്ഥലങ്ങളാണ് LDF. ഈ പാലക്കാടും ആലത്തൂരും അടുത്തടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഏതാണ്ട് ജില്ലയിലെ ഭാഗങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് രാധാകൃഷ്ണൻ എനിക്ക് സംശയമുള്ള 2 സ്ഥലങ്ങളാണ് കേട്ടോ. അത് LDF ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് ആലത്തൂർ. ആദ്യഘട്ടത്തിൽ രാധാകൃഷ്ണൻ പാട്ടും പാടി ജയിക്കുമെന്ന് 2 കാര്യമുണ്ട്. ഒന്ന് ഈ കുട്ടിയുണ്ടല്ലോ രമ്യ ഹരിദാസ് നാട്ടുകാരി അല്ലാത്തതുകൊണ്ട് തന്നെ വന്നു പോകുന്നതിൻ്റെയൊക്കെ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരിക്കലും MP ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നെഗറ്റീവ് വോട്ടുകളുണ്ടല്ലോ. കോൺഗ്രസിനകത്ത് തന്നെ താല്പര്യക്കുറവുള്ളവരുമുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ താരതമ്യേന ക്ലീൻ ഇമേജുള്ള ഒരാളാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ പക്ഷേ ഈ മറ്റേ ബാങ്ക് കേസ് അതുണ്ട്. ആ കേസ് വന്നതുകൂടി രാധാകൃഷ്ണന് പോലും മറുപടി പറയാൻ അത് കരുവന്നൂര് മറ്റേ സരസു ടീച്ചറും ഒക്കെ വന്ന് മോദിയൊക്കെ അത് കരുവന്നൂർ സംഭവം ഉണ്ട് അവിടെ. തൃശ്ശൂര്, പാലക്കാട്, ആലത്തൂർ ഉണ്ട്. കരുവന്നൂർ ബാധിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സ്ഥിതി ഇപ്പോൾ ശ്രീകണ്ഠൻ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പിടിപാടും ബന്ധങ്ങളും
അതിനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ ഇല്ലാത്ത, പണ്ട് അവിടെ നിന്ന് ജയിച്ചു പോയ വിജയരാഘവൻ ഇപ്പം ചെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന പ്രഭാവത്തോടെ പാലക്കാട് ചെന്ന് പാർട്ടിയുടെ അഭിമാന പ്രശ്നമായിട്ട് അതൊന്നും വിഷയമൊന്നുമല്ല. അല്ല അല്ലേ? മറ്റേ പദവിയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ കരുവന്നൂരൊക്കെ വല്ലാതെ അങ്ങനൊരു തരംഗമൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല. കരുവന്നൂർ എന്ന് വെച്ചാൽ CPM വിരുദ്ധമായ ഒരു തരംഗം, ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുമ്പോൾ കരുവന്നൂർ അതിന് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു. അതാണ് മൊത്തത്തിൽ വിജയരാഘവന്റെ വിജയം. ആ രണ്ട് സ്ഥലങ്ങൾ സംശയത്തിലാണ്. കാരണം അവരും ഇത്ര ഉറപ്പിച്ചു പറയുമ്പോൾ അത്രയും ഗ്രാസ് റൂട്ടിൽ നിന്ന് അവർക്കും ഒരു വിവരം ഉണ്ടല്ലോ. ഇനി നിർണായകമായി മലയാളി എന്നും ഈ ഹൃദയമിടിപ്പോടെ കാത്തുകൊണ്ടിരിക്കും തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. അപ്പൊ UDF അവിടെ UDF ഒക്കെ തോൽവി സമ്മതിച്ച് കഴിഞ്ഞ രണ്ടാം സ്ഥാനത്ത് വരുമോ? നമ്മൾ UDF രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. ചാലക്കുടി വിജയ് രവീന്ദ്രനാഥ് സാറ് CPM. സത്യം പറഞ്ഞാൽ ഈ ചാലക്കുടിയിൽ നമ്മൾ മുമ്പൊന്നും ചർച്ച ചെയ്യാതിരുന്ന ഈ 2020 ഒരു ഫാക്ടർ ഉണ്ട്. ചാൾസ് ഒരു 50,000 വോട്ടൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ചാലക്കുടിയിൽ. അപ്പോൾ സാബു ജേക്കബിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ അവിടെ ബെന്നിയെ തോൽപ്പിക്കണം എന്നുള്ളതാണല്ലോ. കാരണം ശ്രീനിജൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ശത്രു, ബെന്നിയാണ് ഒന്നാമത്തെ ശത്രു. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ട് നിർണായകമാകുന്ന മണ്ഡലമാണത്. വേറൊരു സ്ഥലത്തും അങ്ങനെ. പിന്നെ രവീന്ദ്രനാഥ് സാറ് വ്യക്തി എന്ന നിലയിൽ മീൻസ് അങ്ങനെ ഒരു കളങ്കമില്ലാത്ത ഒരു വ്യക്തിത്വം നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് ബെന്നിയുടെ വിജയം നമുക്ക് ഉറപ്പിച്ചുകൂടാ. ബെന്നിയുടെ കാര്യത്തിൽ ഒരു സംശയം നിലനിർത്തണം. എറണാകുളത്ത് ഹൈബി ജയിക്കും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം പക്ഷേ മറ്റേ ലാറ്റിൻ കാത്തലിക് വോട്ട്സ് വിഭജിച്ചു പോകും. ഷൈൻ കോട്ടപ്പുറം രൂപതയിൽ നിന്നാണ്. അപ്പോൾ കോട്ടപ്പുറം രൂപതയിൽ പക്ഷേ അവർ ചിത്രത്തിലില്ലല്ലോ. ഇവരെ പോസ്റ്ററിലുണ്ടായിട്ട് വല്ല കാര്യം? പോസ്റ്ററിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും നന്നായിട്ട് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അവരെ അടുത്ത ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ഗ്രൂമിംഗ് നടന്നു എന്ന് വിചാരിക്കാം. അതായിരിക്കണം. അവരെ ഒരു കാൻഡിഡേറ്റ് ബിൽഡിംഗ് ആണ് ശരിക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജൊക്കെ ജയിച്ചു നിൽക്കും വളരെ. കാരണം അത് കഴിഞ്ഞിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയിലൊക്കെ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നൊക്കെ ഉള്ളത് ഉറപ്പാണ്. ആണല്ലേ? പിന്നെ അവരിപ്പോ LDFന്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. തോമസ് ചാഴിക്കാടൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. UDFന്റെ ഒക്കെ കൂടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഉറപ്പിച്ചിരിക്കുന്നു കോട്ടയത്തിന്റെ കാര്യം. ഇടുക്കിയിലും എനിക്ക് സംശയമൊന്നുമില്ല. മറ്റേ ഡീൻ കുര്യാക്കോസിന്റെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ ഒരു മണ്ഡലമാണത്. പക്ഷെ ഇടുക്കിയിൽ മറ്റേ ഇയാൾക്ക് LDF സ്ഥാനാർത്ഥിക്ക് സാധ്യതയുള്ള ജോയ്സിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണത്. അതെ, അത് അങ്ങനത്തെ ഒരു മണ്ഡലമാണത്. പത്തനംതിട്ടയ്ക്ക് വന്നാൽ അവിടെ അതാണല്ലോ ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പത്തനംതിട്ടയിലെ ഒരു ഘട്ടത്തിൽ അനിൽ ആന്റണി വലിയ മുന്നേറ്റമാണെന്നൊക്കെ ഒരു രണ്ടാം ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വളരെ പുറകോട്ട് പോയി. അയാളുടെ വ്യക്തിപരമായ പെർഫോമൻസ് മോശമാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങൾ വന്നു. അതിനെ നേരിട്ട രീതി അതിനേക്കാളും മോശമാണ്. ഒരു നേതാവിന്റെ പിന്നെ വോട്ടെടുപ്പ് സമയത്ത് അതിന് മുമ്പ് ഞാൻ പറയാതിരുന്ന ഒരു കാര്യം ഇപ്പൊ പറയാം. അവസാനം ബിലീവേഴ്സ് ചർച്ചിൽ ഒരു 10-30 പേരുടെ കൂടെ അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ ആളുകൾ പോയി ഒരു പിന്തുണ കൊടുത്തു. അവർക്ക് 10,000 വോട്ടുണ്ടെന്ന് ആരോ അനിൽ ആന്റണിയെ ധരിപ്പിച്ചിട്ടേ പോയി നിന്ന് കൊടുത്തു. അതെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അത് ഗുണത്തെക്കാൾ 10,000-ന് 1,00,000 അപ്പുറത്തേക്ക് പോകും. ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കുന്ന ഒരു വിവരക്കേടാണ് മുഖമുദ്ര അല്ലേ? ഓക്കെ. പത്തനംതിട്ട നമുക്ക് വിട്ടേക്കാം. അപ്പോൾ പത്തനംതിട്ടയിൽ വിജയസാധ്യത ആന്റണി ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തോമസ് ഐസക്ക് 3-ാം സ്ഥാനത്തേക്ക് പോകാനാണ് അത്രേ സാധ്യതയുള്ളൂ. അത് മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളും കൂടിയൊക്കെ നോക്കണം. അത്ര സൂക്ഷ്മമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. സാറിനെ പോലുള്ളവരെ വിശ്വസിക്കുന്ന വൃത്തിയുള്ളൂ. തോമസ് ഐസക്കിനെ പ്രതീക്ഷിക്കണ്ട. ആന്റണി തന്നെ ജയിച്ചു വരും അല്ലേ?
മാവേലിക്കരയും ഒരു സംശയാസ്പദ സ്ഥലമാണ്. കാരണം അവിടെ CPI സ്ഥാനാർത്ഥിക്ക് ആണ്, യുവാവാണ്. മാത്രമല്ല കൊടിക്കുന്നിലിന് നെഗറ്റീവ് വോട്ടുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് കൊടിക്കുന്നിൽ തോറ്റു കിട്ടും. കാരണം നമ്മൾ ഈ തരംഗമില്ല എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞത് കൊണ്ടാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ചിലപ്പോൾ പതറിപ്പോകാം സാധ്യതയുണ്ട്. അരുൺകുമാർ ജയിച്ചു വരാം അല്ലേ? അതാണ്. അപ്പോൾ അതുകൊണ്ട് മാവേലിക്കര UDF നഷ്ടപ്പെടുമെന്നാണ് സാറിൻ്റെ ഒരു സാധ്യത എന്നേ പറയുള്ളൂ, ഉറപ്പിച്ചത് പറയാൻ പറ്റില്ല. ഓക്കെ. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കും. കാരണം നന്നായിട്ട് വോട്ട് ഇവർ പിടിക്കുമല്ലോ. ശോഭാ സുരേന്ദ്രൻ ഈ ആരിഫിന് കഴിഞ്ഞവണ കിട്ടിയിട്ടുള്ള വോട്ടുകൾ പിടിക്കും. അപ്പോൾ വോട്ടുകൾ പിടിക്കും. വോട്ടുകൾ അവർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. NSS വോട്ടുകൾ ഏതായാലും അദ്ദേഹത്തിനാണ്. അതെ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് തട്ടകമാണല്ലോ. മാത്രമല്ല AICC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ചെറിയ പദവിയാണ്. ദേശീയ നേതാവ് ഉപകാരപ്പെടുമായിരിക്കും അല്ലേ? വർക്കിംഗ് കമ്മിറ്റി അംഗം. കൊല്ലത്തും ചർച്ച വേണ്ടല്ലോ. കൊല്ലത്ത് ചർച്ചയേ വേണ്ട, ഒരാവശ്യമില്ല. മുകേഷ് കഴിഞ്ഞ ദിവസം ഒരു സെറ്റിൽ, സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ സംസാരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹം തോറ്റതായിട്ട് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത്. ശരി. ഓക്കെ. ചിലപ്പോൾ നിന്നാൽ ജയിക്കും, തോൽക്കും, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഫിഡൻസ് ഒട്ടുമില്ല. ആറ്റിങ്ങല് കേന്ദ്രമന്ത്രിക്ക് വല്ല സാധ്യതയുണ്ടോ? കേന്ദ്രമന്ത്രിക്ക് സാധ്യതയില്ല. ഇല്ല. പിന്നെ ജോയിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 25% വോട്ട് മറ്റവർക്ക് ഉണ്ടായിരുന്നു. അത് 5% മറ്റോ കൂടിയിട്ട് അവിടെ ഒരു നെക്ക് ടു നെക്ക് എന്നുള്ള മട്ടിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തൊരു വിജയം ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ സംശയാസ്പദ സ്ഥലമാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഞാനത് സാറിന് സംശയമുണ്ടോ? എനിക്ക് ഒരു സംശയം ഉള്ള സ്ഥലമാണത്, ജോയിയോ അടൂർ പ്രകാശം എന്നുള്ള കാര്യത്തിൽ. അവസാനമായി തിരുവനന്തപുരം എല്ലാവരും ഈ ചങ്കിടിച്ച് കാത്തിരിക്കുന്ന റിസൾട്ടാണ്. തിരുവനന്തപുരത്ത് എനിക്കും തോന്നുന്നത് തരൂരിനേക്കാൾ മികച്ച പ്രകടനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ട്. പ്രകടനം നടത്തിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അത് വോട്ടായി മാറിയാൽ ജയിക്കാവുന്ന. അതെ, അദ്ദേഹം പാറശാലയിലും കോവളത്തും ഒക്കെ പോയി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ന്യൂജൻ എന്ന് പറയുന്ന ഒരു സാധനം, ട്രിവാൻഡ്രം ടെക്കി ക്ലബ്ബ് എന്നൊക്കെ മാത്രമല്ല എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. പിന്നെ ഈ കേവല രാഷ്ട്രീയക്കാരൻ്റെ അജണ്ടകളല്ല അദ്ദേഹത്തിന്, വാക്കുകളും അങ്ങനെയല്ല, രീതിയും അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖരൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചരിത്രം കുറിക്കാൻ സാധ്യത കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് UDF ആ സീറ്റ്, അതും ചില്ലറക്കാരനല്ല, ആഗോള പ്രശസ്തനായ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നിർഭാഗ്യവശാൽ പരാജയപ്പെടാനിടയുണ്ട് എന്നാണ് സാറിൻ്റെ നിരീക്ഷണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹം കൊണ്ടുപോയി രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസ് കൊടുക്കുക, ആ കേസ് തള്ളുക. അതെ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അത് കാണാനുണ്ട്. പരാജയം മണക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്, നീക്കങ്ങളിലുണ്ട്. പിന്നെ ഒരു മീറ്റു ഒക്കെ വന്നു, അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഇല്ലെങ്കിലും അങ്ങനെ ഒന്നും വന്നു എന്ന് ഞാൻ പറയുന്നു. അത് തോൽവിക്ക് കാരണമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല, എങ്കിലും അങ്ങനെ ഒരു സംഭവം വന്നു. നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നിരീക്ഷണങ്ങളിൽ വന്ന തെറ്റുകളൊക്കെ ജൂൺ 4 നമുക്ക് പുനഃപരിശോധിക്കാം. നമ്മൾ ഈ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? 3, 2, 5, 15 സീറ്റ് ഞാൻ കണ്ടു. അത് 15 സീറ്റ് സാർ UDF ഉറപ്പിക്കുന്നു. ബാക്കി 2 സീറ്റുകളിൽ NDAയുടെ സാധ്യത സാർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വരുമ്പോൾ LDF 3 സീറ്റാണ് സാധ്യതയായി നമ്മുടെ മുമ്പിലുള്ളത്. ഈ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാം. നമുക്കോ ഈ നിരീക്ഷണങ്ങൾക്കോ തീർച്ചയായിട്ടും ജനാധിപത്യമാണ്, ജനങ്ങളുടെ മനസ്സും വോട്ടുമാണ് നിർണ്ണയിക്കുക. റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 1991 73.32% പോളിംഗ്. 1991 73.32% പോളിംഗ്. ഇത്തവണത്തേതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്തൊരു പോളിംഗ് ശതമാനം. അന്ന് UDF 16, LDF 4. ഞാൻ അതും കൂടി പറഞ്ഞു. അത് ശരി, അത് നല്ല കമ്പാരിസൺ ആണല്ലോ. ഏതാണ്ട് പോളിംഗ് ശതമാനം സമാനമായിരുന്ന കാലത്ത് ഇപ്പോൾ സാറിൻ്റെ നിരീക്ഷണം അനുസരിച്ച് ഏതാണ്ട് 15 അല്ലേ സമാനമായി UDF കിട്ടും. അതൊരു നല്ല കമ്പാരിസനാണ്. ഈ എന്താ പറയുക, ഈ സാറിൻ്റെ ഈ രാഷ്ട്രീയ വിശകലന കൗതുകം തീർച്ചയായിട്ടും പുലരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.